പഠനത്തിനായും തൊഴിലിനായും എത്തിയ ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളെയും അങ്ങോട്ട് കുടിയേറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയും തികച്ചും ആശങ്കയിലാഴ്ത്തുന്ന ഇമിഗ്രേഷൻ നയരേഖ കാനഡ ഇമിഗ്രേഷൻ വകുപ്പായ IRCC പുറത്തുവിട്ടിരിക്കുകയാണ്. കാനഡയിലെ താൽക്കാലിക താമസക്കാരായ വിദേശികളുടെ എണ്ണത്തിൽ വൻ വെട്ടിച്ചുരുക്കലുകൾ വരുത്തിക്കൊണ്ടുള്ള ഇമിഗ്രേഷൻ ലെവൽ പ്ലാനുകളാണ് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാനഡയുടെ ആകെ ജനസംഖ്യയിലെ താൽക്കാലിക കുടിയേറ്റക്കാരുടെ അനുപാതം 5% താഴെയാക്കി കുറയ്ക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ കടുത്ത തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റുകളിലും താൽക്കാലിക വർക്ക് പെർമിറ്റുകളിലും വരുത്തിയിട്ടുള്ള ഈ ചരിത്രപരമായ കുറവുകൾ മലയാളി പ്രവാസികളെ എങ്ങനെ ബാധിക്കുമെന്നും കാനഡയിലുള്ളവർ സ്വീകരിക്കേണ്ട നിയമപരമായ സുരക്ഷാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. കാനഡ ഇമിഗ്രേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം താൽക്കാലിക താമസക്കാരുടെ പുതിയ വരവിൽ വലിയൊരു വെട്ടിച്ചുരുക്കലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന പുതിയ സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ 49% കുറച്ച് വാർഷിക ലക്ഷ്യം വെറും 1,55,000 പരിമിതപ്പെടുത്തുക എന്നതാണ്. അതുപോലെ തന്നെ ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം, ഇന്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം എന്നിവ വഴിയുള്ള തൊഴിൽ അനുമതികളുടെ എണ്ണത്തിൽ 37% കുറവ് വരുത്തി ഇത് 2,33,000 ചുരുക്കി. അതായത് വരാനിരിക്കുന്ന വർഷങ്ങളിൽ വിദേശത്തു നിന്നും പുതിയതായി കാനഡയിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും എണ്ണം പകുതിയായി കുറയ്ക്കും എന്ന് ചുരുക്കം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് പഠനത്തിനായി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ വിസ റിജക്ഷൻ നിരക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ ഈ മാറ്റങ്ങൾ അത്യന്തം ഗൗരവമുള്ളതാണ്. ഇതോടൊപ്പം പ്രവാസി കുടുംബങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഡിപെൻഡന്റ് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് നിബന്ധനകളിൽ വരുത്തിയ കർശന നിയന്ത്രണങ്ങളാണ്. മുൻപ് കാനഡയിൽ പഠിക്കാൻ എത്തുന്ന ഏത് വിദ്യാർത്ഥിയുടെയും പങ്കാളിക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിച്ചിരുന്നെങ്കിൽ പുതിയ നിയമപ്രകാരം കുറഞ്ഞത് 16 മാസമെങ്കിലും ദൈർഘ്യമുള്ള ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലോ ഡോക്ടറൽ പ്രോഗ്രാമുകളിലോ നിശ്ചിത പ്രൊഫഷണൽ ബിരുദങ്ങളിലോ പഠിക്കുന്നവരുടെ പങ്കാളികൾക്ക് മാത്രമേ ഇനി വർക്ക് പെർമിറ്റ് അനുവദിക്കുകയുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ കാനഡയിൽ താൽക്കാലിക ജോലിയിലുള്ളവരുടെ പങ്കാളികൾക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കണമെങ്കിൽ പ്രിൻസിപ്പൽ അപേക്ഷകൻ, മാനേജർ അല്ലെങ്കിൽ പ്രൊഫഷണൽ തസ്തികകളിലോ സർക്കാരിന്റെ ഉയർന്ന മുൻഗണനാ മേഖലകളിലോ ജോലി ചെയ്യുന്ന ആളായിരിക്കണം. ഇത് വിദ്യാർത്ഥികളായി എത്തുന്ന മലയാളികളുടെ സാമ്പത്തിക ഭദ്രതയെയും ഭാവി പദ്ധതികളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ്. എന്നാൽ നിലവിൽ കാനഡയിലുള്ള താൽക്കാലിക താമസക്കാർക്കും വിദ്യാർത്ഥികൾക്കും ആശ്വാസം നൽകുന്ന ചില പ്രത്യേക നിർദ്ദേശങ്ങളും ഈ നയരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാനഡയ്ക്ക് പുറത്തു നിന്നും പുതിയ അപേക്ഷകരെ സ്വീകരിക്കുന്നത് വെട്ടിച്ചുരുക്കുമ്പോൾ തന്നെ നിലവിൽ രാജ്യത്തിനുള്ളിൽ തങ്ങുന്ന യോഗ്യരായ തൊഴിൽ വൈദഗ്ധ്യമുള്ള താൽക്കാലിക തൊഴിലാളികൾക്ക് പെർമനന്റ് റെസിഡൻസി അഥവാ കാനഡ PR നൽകാൻ 2 വർഷത്തെ പ്രത്യേക പ്രോഗ്രാം IRCC നടപ്പിലാക്കുന്നുണ്ട്. നിർദ്ദിഷ്ട മേഖലയിൽ ജോലി ചെയ്യുന്ന 33,000-ഓളം താൽക്കാലിക ജീവനക്കാർക്ക് ഈ ഒറ്റത്തവണ പദ്ധതി വഴി വേഗത്തിൽ PR നേടാൻ സാധിക്കും. കൂടാതെ സ്ഥിരതാമസക്കാരുടെ ആകെ എണ്ണം പ്രതിവർഷം 3,80,000 നിജപ്പെടുത്തുകയും ഇതിൽ 63%-ലധികം സാമ്പത്തിക കുടിയേറ്റ വിഭാഗങ്ങളായ എക്സ്പ്രസ് എൻട്രി, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്നിവയ്ക്ക് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കടുത്ത നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ കാനഡയിൽ എത്തിയ വിദ്യാർത്ഥികളും വർക്ക് പെർമിറ്റ് ഉള്ളവരും കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രായോഗിക കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്നാമതായി, കാനഡയിൽ എത്തിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനം പൂർത്തിയാക്കിയ ഉടൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് യോഗ്യമായ കോളേജുകളും ഡിമാൻഡുള്ള കോഴ്സുകളിലുമാണ് പഠിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, ഭാവിയിൽ കാനഡ PR ലക്ഷ്യമിടുന്നവർ ലാംഗ്വേജ് സ്കോറുകൾ അതായത് CLB 7, CLB 8 പരമാവധി ഉയർത്താനും സാധ്യമെങ്കിൽ ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യം നേടാനും ശ്രമിക്കുക. IRCC ഫ്രഞ്ച് സംസാരിക്കുന്നവർക്കായി പ്രത്യേക എക്സ്പ്രസ് എൻട്രി ഡ്രോകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി, നിലവിൽ വർക്ക് പെർമിറ്റ് ഉള്ള പ്രവാസികൾ ഹെൽത്ത് കെയർ, ട്രേഡ്, STEM, അഗ്രികൾച്ചർ തുടങ്ങിയ ഇൻ ഡിമാൻഡഡ് തൊഴിൽ മേഖലകളിൽ പ്രവൃത്തി പരിചയം നേടാൻ മുൻഗണന നൽകുക. നാലാമതായി, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകൾ വഴി പ്രാദേശിക വികസന മേഖലകളിലേക്ക് മാറാനുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അനധികൃതമായ കുടിയേറ്റത്തിന് തടയിടാനും സ്വന്തം സമ്പാദ്യങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും പുനഃക്രമീകരിക്കാനും ലക്ഷ്യമിട്ടാണ് കാനഡ സർക്കാർ ഈ വെട്ടിച്ചുരുക്കലുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാനഡയിലെ നിങ്ങളുടെ വിസ സ്റ്റേറ്റസ്, അപേക്ഷകൾ എന്നിവ സംബന്ധിച്ച സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാനഡ കുടിയേറ്റ നിയമങ്ങൾ, വിസ നിബന്ധനകൾ, വിദേശ തൊഴിൽ വാർത്തകൾ എന്നിവ കൃത്യമായി ലഭിക്കാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.